നമുക്കിന്നേ വരാൽ ഫ്രൈ ഉണ്ടാക്കിയാലോ. നല്ല പെടപെടയ്ക്കണ വരാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാർ ഞങ്ങളിതിനെ ബ്രാലെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും വരാലെന്ന് പറഞ്ഞ് ആണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ജീവനോടെയുള്ള വരാൽ നമുക്ക് പിന്നെ അത് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ജീവനൊക്കെ പോയതിന് ശേഷം നമുക്കിതിനെ നന്നാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാരം ആവശ്യമാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വഴുവഴുപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകിരിയൊക്കെ ചെത്തിക്കളഞ്ഞ് തലയിങ്ങനെ മുറിച്ചെടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള തൊലി ഇങ്ങനെ വലിച്ചെടുക്കണമെങ്കിൽ ചാരം വേണം കയ്യിൽ. പിന്നെ ഞാനിങ്ങനെ തൊലിയൊക്കെ ഉരിച്ച് ക്ലീൻ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ചേറുമണം ഈ കായലിൽ നിന്നും പാടത്തുനിന്നും ഒക്കെ പിടിക്കുന്ന മീനുകൾക്ക് ഒരു ചേറിൻ്റെ മണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് പോയില്ലെങ്കിൽ ഒരു തൃപ്തി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലർ ഈ കല്ലിലിട്ട് ചാരം വെച്ച് ഉരച്ചെടുത്തിട്ട് ക്ലീനാക്കി ആ തൊലിയോട് കൂടി തന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് അത് ക്ലീനാക്കി എടുക്കുക. അപ്പോൾ നല്ല പലിഞ്ഞീനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഇത് മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് വറക്കാനായിട്ട് ആണ് ചെയ്യുന്നത്, കുറച്ച് കറി വെക്കാനായിട്ട്. നമുക്ക് വറുക്കാനായിട്ടുള്ളത് വളരെ കനം കുറച്ചിട്ട് വേണം നമുക്കിതിൽ അരിഞ്ഞെടുക്കാനായിട്ട്. എന്നാലേ മസാലയൊക്കെ പുരട്ടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിന് ഒരു അപാര ടേസ്റ്റാണ്. പ്രത്യേകിച്ചും ഇത് നാടനാണ്, വളർത്തൊന്നുമല്ല. അപ്പോൾ നാടൻ കിട്ടുമ്പോൾ അത് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ രുചിയും മണവും ഒക്കെ എന്താ പറയുക, അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും കഴിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നു, കഴിച്ച് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള മസാല മാറ്റി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വരാലിൻ്റെ ഫ്രൈ ആണ് കാണിക്കുന്നത്. കറി വയ്ക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒക്കെ 2 ബാച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കറിക്കുള്ളതാണ് മാറ്റി വെച്ചിട്ടുള്ളത്. പലിഞ്ഞീനൊക്കെ ഞാൻ കറിയിലേക്കാണ് എടുക്കുന്നത്, വറുക്കുന്നതിൽ എടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വെള്ളം വാലാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് മസാല ചേർക്കാം. മസാല പറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ മസാലയൊക്കെ പിടിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മസാല നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം, കറിവേപ്പില, ഇത്രയും കൂടി ചേർക്കാം. പിന്നെ ഗരം മസാല ചേർക്കുന്നവരൊക്കെ ഉണ്ട്, ചേർക്കേണ്ടവർക്ക് ചേർക്കാം. കാരണം അത് സ്വതവേ ഞാൻ അങ്ങനെ ചേർക്കാറില്ല. കാരണം ഈ മീനിൻ്റെ തനതായിട്ടുള്ളൊരു ടേസ്റ്റും മണമൊക്കെ അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വരും കേട്ടോ. ഒന്ന് വീർത്ത് വന്നിട്ട് പിന്നെ അങ്ങ് ചുങ്ങിപ്പോകും. ഭയങ്കര ടേസ്റ്റിയാണ് ഈ മീൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീടുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.